ഏട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഫീൽ ആവുമോ? ഏട്ടാ നമ്മൾ ചെയ്യൂലേ? അപ്പൊ എനിക്ക് നല്ല പെയിൻ ഉണ്ട്. കുറച്ച് ഫോർ പ്ലേയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് കുറിച്ചെല്ലാം അറിയാല്ലേ? എന്ത് ഫോർ പ്ലേ? എനിക്കും തോന്നണ്ടേ ഫോർ പ്ലേക്ക്? ഹായ്, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് സെൻസിറ്റീവും എന്നാൽ വളരെയധികം ഇമ്പോർട്ടൻറ്റും എന്താ പറയുക നിർണായകവുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു നാർസിസിസ്റ്റിൻ്റെ സെക്ഷൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ സെക്ഷൽ നാർസിസിസം. കുടുംബ ബന്ധങ്ങളിലേക്ക് കടക്കുമ്പോൾ, അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, കുടുംബ ബന്ധങ്ങളും മൂല്യങ്ങളും ഒക്കെ ഇപ്പോഴും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ നാടും പരിസരവും രാജ്യവും എല്ലാം. അപ്പോൾ ഈ കുടുംബ ബന്ധങ്ങൾക്കും സോഷ്യൽ വാല്യൂസിനും ഒക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു കുടുംബത്തിൽ നിന്നുകൊണ്ട്, ആ ഒരു സോഷ്യൽ സെറ്റപ്പിൽ നിന്നുകൊണ്ടുള്ള കല്യാണങ്ങളിലും വിവാഹങ്ങളിലും റിലേഷൻഷിപ്പുകളിലും ഒക്കെ വളരെയധികം ഇത്തരം നാർസിസിസം, ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് വളക്കൂറുള്ള ഏരിയയാണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോകൾ മുതൽ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഒരു നാർസിസിസ്റ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, എന്താണ് ഒരു നാർസിസിസ്റ്റിൻ്റെ ട്രെയ്റ്റ്സ് എന്നുള്ളതൊക്കെ. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സാമൂഹിക അന്തരീക്ഷങ്ങളും എല്ലാം. നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും നാർസിസിസ്റ്റുകളുണ്ട്. അതേപോലെ ഈ കുടുംബത്തിലേക്ക് ഒരു നാർസിസിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ കുമ്പളങ്ങി നൈസ് എന്ന സിനിമയിലെ ഷമ്മി എന്ന് പറയുന്ന കഥാപാത്രം അവരുടെ കുടുംബത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കുടുംബം നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിരിക്കാം, നിങ്ങളുടെ മാതാപിതാക്കൾ നോർമലായിട്ട് ഉള്ളവരായിരിക്കാം, അല്ലാത്തവരായിരിക്കാം, ചിലപ്പോൾ അബ്യൂസീവായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള പാരൻസ് ഉള്ള കുടുംബമായിരിക്കാം. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് നിങ്ങളൊരു കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിതമായി അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചു ആ ഒരു ഇതിലേക്ക് ഒരു നാർസിസിസ്റ്റാണ് വരുന്നതെങ്കിൽ, നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു നാർസിസിസ്റ്റാണ് വരുന്നതെങ്കിൽ, നിങ്ങളുടെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടാകുന്ന വളരെ അധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ കൺട്രോളാണ്. അവരുടെ ഒരു കൺട്രോൾ എടുക്കാനുള്ള ആ ഒരു ത്വര എപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ. നാർസിസിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ കൺട്രോൾ എപ്പോഴും കയ്യിൽ ആഗ്രഹിക്കണം, പവറും കൺട്രോളും അവരുടെ കയ്യിൽ നിൽക്കണം, അവരുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധിത ബുദ്ധിയും, അത് ഇല്ലയെന്നുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും കയ്യിലെത്തിക്കാനുള്ള കുബുദ്ധിയും ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് സെക്ഷൽ ഇൻറ്റിമസി പോലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, ഇൻറ്റിമസി എന്ന് പറയുന്ന കാര്യവും ഈ പറയുന്ന സെക്ഷൽ അറ്റാച്ച്മെൻറ്റ്, മ്യൂച്വൽ പ്ലഷർ, ഇതൊക്കെ അടങ്ങുന്ന കാര്യമാണല്ലോ സെക്സ് എന്ന് പറയുന്നത്. സെക്സ് എന്ന് പറയുന്നത്, എമ്പതി എന്ന് പറയുന്ന കാര്യം വളരെയധികം സെക്സിൽ ഇൻവോൾവ് ആണ്. ഒരുപാടധികം ഇമോഷൻസ് സെക്സിൽ ഇൻവോൾവ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും സ്നേഹം പങ്കുവെക്കാനും അത് അനുഭവിക്കാനും കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു നീഡാണ് സെക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എമ്പതി ഇല്ല, അയാൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അറിയാനുള്ള ആവശ്യം അവർക്കില്ല. അവർക്ക് പവറാണ് ആവശ്യം, കൺട്രോളാണ് ആവശ്യം. ഇപ്പോൾ അവർക്ക് സെക്സ് ആവശ്യമുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ കൺട്രോൾ ചെയ്ത് സെക്സ് എടുക്കാനായിരിക്കും അവർ നോക്കുക. കാരണം അവർക്ക് അതാണ് വേണ്ടത്. അവർ നിങ്ങളൊരു ഒബ്ജക്റ്റായിട്ടാണ് കാണുന്നത്. അവരൊരിക്കലും നിങ്ങളെ ഒരു പാർട്ട്ണറായിട്ട്, നിങ്ങളെ ഒരു മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ മനുഷ്യവികാരങ്ങളുള്ള ഒരു ജീവിയായിട്ട് കാണില്ല. അപ്പോൾ പൊതുവിലൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ
നിങ്ങളൊരു സെക്ഷുവലായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിലേക്കൊക്കെ വരാനായിട്ടുള്ള ഒരുപാട് സമയമെടുക്കും. ആ ഒരു സമയത്തിലേക്ക് നിങ്ങളെത്തി ഈ ഒരാളോട് നിങ്ങൾക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നി കഴിയുമ്പോഴാണ് ഒരു നാർസിസിസ്റ്റ് അയാളുടെ തനി സ്വഭാവം പുറത്തെടുക്കുന്നത്. ഇപ്പോൾ NPD ഉള്ള ആൾക്കാർ, NPD ഉള്ള നാർസിസിസ്റ്റുകൾ അവരെല്ലാവരും തന്നെ അവരുടെ പ്രയോറിറ്റിയാണ്, അവർക്ക് വേണ്ട കാര്യങ്ങളാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും കൊടുക്കുക. അല്ല നിങ്ങളുടെ കാര്യങ്ങൾക്ക് യാതൊരു വിലയും അവർ തരികയില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള കൺസിഡറേഷനും തരികയില്ല. അങ്ങനെ നിങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇവരുടെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ടാക്ടിക്കുകൾ, ഗിൽറ്റ് ട്രിപ്പുകൾ ചെയ്യുക, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുന്നതിന്, മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് ഒരു ഉത്തമ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾ മറ്റുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ലേ? എല്ലാ ആണുങ്ങളും ഇതുപോലെയാണ്, എല്ലാ ആണുങ്ങൾക്കും ഇങ്ങനെയാണ് നിങ്ങൾ സെക്സ് കൊടുക്കേണ്ടത്, നിനക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെ, അല്ലെങ്കിൽ നിനക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയില്ലേ, ഇതിങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർക്കുക. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഒരു സെക്സ് ഇയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാളിങ്ങനെ നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അവർക്ക് സെക്ഷുവലി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൂഡും ആ സമയത്ത് നിങ്ങളുടെ അവസ്ഥയൊന്നും അവർ ഒരു തരത്തിലും പരിഗണിക്കുകയില്ല. അവർക്ക് കിട്ടേണ്ട ആ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തുക, നിങ്ങളെ ബലാത്കാരമായിട്ട് അത് നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ നാർസിസിസ്റ്റുകൾ ചെയ്യും. ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ പേടിപ്പിക്കുമ്പോൾ, നിങ്ങളെ ഈ ഇത്തരത്തിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തുമ്പോൾ നിങ്ങളിലുണ്ടാകുന്ന പേടിയും പെയിനും കാണുന്നത് അവരിൽ ഒരു അറോസൽ ഉണ്ടാക്കും, സെക്ഷുവൽ അറോസൽ ഉണ്ടാക്കും എന്നുള്ളതാണ് അവരിൽ. എന്താണ് സ്ത്രീകളിൽ ആ സമയത്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലായിട്ട് സ്ത്രീകൾക്ക് സെക്ഷുവൽ ഇൻറ്റിമസി ഉണ്ടാകുന്ന സമയത്ത് സാധാരണയായിട്ട് സെക്സിൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാടധികം ഹോർമോൺസ് ഉണ്ട്. ഈസ്ട്രജൻ, ഓക്സിറ്റോസിൻ, ടെസ്റ്റോസ്റ്ററോൺ, അങ്ങനെയുള്ള ഒരുപാട് ഹോർമോൺസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയും അതിന് പാരലായിട്ട് നിങ്ങളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന കോർട്ടിസോൾ, സെറോട്ടോണിൻ പോലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ആ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളെ ഇമോഷണലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലെത്തിക്കും. അതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് കൺഫ്യൂഷൻ അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് കൺഫ്യൂഷൻ അനുഭവപ്പെടുന്നത്. എന്ത് ചെയ്യണം, എന്ത് തീരുമാനമെടുക്കണം, ഇവർക്ക് വഴങ്ങിക്കൊടുക്കണോ, വഴങ്ങിക്കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഞാൻ ഒരു ട്രാപ്ഡായി പോയൊരു അവസ്ഥ, ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഇത്തരത്തിലുള്ള ഹോർമോൺ റിലീസ് കാരണം ഉണ്ടാകുന്ന കണ്ടീഷനിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് മെസ്സായിരിക്കും നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഹോർമോൺ റിലീസ് കാരണം. അത് ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു, സ്ട്രെസ് ഉണ്ടാകുന്നു. ഇതേ പറ്റിയിട്ട് റോങ് ആയിട്ടുള്ളൊരു ആക്ട് നടന്ന്, ഒരു സംഭവം നടന്ന്, ഈ ഒരു വ്യക്തി എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഈ റോങ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇയാൾ ആവശ്യപ്പെടുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിരന്തരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിനൊപ്പം തന്നെ ഈ ഹോർമോൺ റിലീസസും ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾ ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലുണ്ടാവുകയും നിങ്ങൾക്കത് അനുഭവിക്കുകയും അത് കാരണം ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ പൊതുവെയുള്ള ലൈഫിലും ഒരു താറുമാറായ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുക. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് 2 പേരെ എടുക്കാം. പ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, രോഹൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും. ഇതിൽ രോഹൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി എന്ന് വിചാരിക്കുക. ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, കല്യാണം കഴിഞ്ഞിട്ട് വിരുന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കല്യാണത്തിൻ്റെ ചടങ്ങ്, ഇത്തരം ചടങ്ങുകൾ ഉണ്ടാകുന്ന സമയത്ത്, ഇത്തരം ആൾക്കാർ കൂടുന്ന സാഹചര്യങ്ങളിൽ ഇവർ ഭയങ്കര ചാമിങ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അവർ ഭയങ്കര പെർഫെക്റ്റ് കപ്പിളാണെന്ന് തങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയെ ഒപ്പം കൂട്ടിയിട്ട് ആൾക്കാരുടെ മുമ്പിലൊക്കെ ഭയങ്കര ചാമിങ് ആയിട്ട് ബിഹേവ് ചെയ്യുക, നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുക. ചിലപ്പോൾ അവരെ മുമ്പേ വെച്ച് നിങ്ങളെ കളിയാക്കുന്ന വരെ അവർ ചെയ്തു തന്നിരിക്കും. പക്ഷേ അത് ഫീൽ ചെയ്യിക്കില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ, അയ്യോ എന്ത് നല്ല വ്യക്തിയാണ്, അയ്യോ എന്ത് നല്ല ആളാണ്. നമ്മൾ കുമ്പളങ്ങിനെ നഴ്സിലെ ഷമിയെ പോലെ ആദ്യം ഒക്കെ അറിയാമല്ലോ, ആദ്യം അയാൾ ഭയങ്കര നല്ല ആളായിരുന്നു, എന്നിട്ട് പതുക്കെയാണ് അയാൾ ആ വീട്ടിലെ കൺട്രോൾ എടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കല്യാണത്തിൻ്റെ ചടങ്ങുകളിൽ ഇങ്ങനെ ഇൻവോൾവ് ആയിട്ട് ചടങ്ങിലൊക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രഷൻ വന്നിട്ട് നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിൽ ആ ഒരു 4 ചുവരുകൾക്കുള്ളിലേക്ക് കടക്കുകയാണ്. അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇയാളുടെ സ്വഭാവം മാറും. അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇയാളുടെ തനി രൂപം നിങ്ങൾ കാണാൻ തുടങ്ങും. ചിലപ്പോൾ ഒരു നല്ല ഒരു എൻവയൺമെൻറ്റിൽ നിന്നായിരിക്കും നിങ്ങൾ നേരെ വന്നിട്ട് ഇയാൾ നിങ്ങളോട് പൊട്ടിത്തെറിക്കുന്നത്. നീ എന്താ അങ്ങനെ ചെയ്തത്, നീ എന്താ ഇങ്ങനെ ചെയ്തത്, നീ ആ സമയത്ത് എന്തിനാണ് അങ്ങനെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഞാനൊന്നും അങ്ങനെ ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. അങ്ങനെ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യപ്പെടലും പൊട്ടിത്തെറിയും കാണിച്ചിട്ട് ഇയാൾ ഭയങ്കര സൈഡിലൊക്കെ പോയിട്ട് നാണം കിട്ടുപോയി ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അയാൾ ആ സമയത്ത് നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും.
വളരെ കീനായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യും. നിങ്ങളുടെ മുഖത്തുള്ള ആ കൺഫ്യൂഷനും പെയിനും വേദനയും വിഷമമൊക്കെ കാണുന്ന സമയത്ത് ഈ വ്യക്തിക്ക് അറോസൽ ഉണ്ടാവുകയും ആ സമയത്ത് നിങ്ങളെ സെക്സിലേക്ക് വരാനും സാധ്യതയുണ്ട്. ഞാനൊരു സിനാരിയോ ആണ് പറയുന്നത്, ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ആ ഒരു സമയത്ത് സെക്സിന് നിങ്ങൾ വഴങ്ങി കൊടുക്കുകയാണെങ്കിൽ, ഇവർ ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ ഇവർക്ക് വേണ്ട രീതിയിൽ സെക്സിന് വഴങ്ങി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെൽബീയിങ് കംപ്ലീറ്റ്ലി താറുമാറാവാനേ അത് കാരണമാവുകയുള്ളൂ. കാരണം ഇവർ ഉപയോഗിക്കാനേ നിങ്ങളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവരൊരു ഒബ്ജക്റ്റായിട്ടാണ് നിങ്ങളെ കാണുന്നത്, അതായത് സെക്സ് കിട്ടാനുള്ള ഒരു ഒബ്ജക്റ്റായിട്ട്. അല്ലാതെ നിങ്ങളെ പ്രണയിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന, നിങ്ങളോട് എമ്പതിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ ഒരിക്കലും ഇയാൾക്ക് കഴിയില്ല. അപ്പോൾ ഇത്തരം സയൻസ് ആദ്യമേ തന്നെ നോട്ട് ചെയ്യുക. ഇത്തരം സയൻസ് നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് ആദ്യമായിട്ടാണ് ഈ സയൻസ് നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പുറത്തു വരിക. കാരണം ഇത് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് ഈ വീഡിയോകളുടെ എല്ലാം കമൻറ്റ് സെക്ഷനിൽ കാണാൻ പറ്റും. നിങ്ങൾ നാർസിസിസത്തിൻ്റെ ഏത് വീഡിയോ സെർച്ച് ചെയ്താലും അതിൻ്റെ താഴെ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് വിവാഹത്തിൽ കടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുന്ന അപ്പോൾ തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുക, നിങ്ങളായിട്ടുള്ള നിലപാട് പറയുക, ഇതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പുകൾ എടുത്തു തുടങ്ങുക. ഇപ്പോൾ എന്ത് ഇമ്പാക്റ്റാണ് ഇതൊരു വ്യക്തിയിൽ ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും, അതായത് നിങ്ങൾക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റിയിലോട്ട് ഇത് കൊണ്ടുവന്നെത്തിക്കും. അതിനൊപ്പം തന്നെ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കുറയാനായിട്ട് ഇത് കാരണമാവും. ഈ കോൺസ്റ്റൻ്റായിട്ട് ക്രിറ്റിസിസം, ഇയാൾ എപ്പോഴും കുറ്റം പറയുകയും നിങ്ങളെ എപ്പോഴും ഇമോഷണലി അബ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ സെൽഫ് വർത്ത് എന്താണെന്ന്, ഞാനൊരു ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്നും എനിക്ക് ഒരു കാര്യവും നേരെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വയം നിങ്ങളെ പഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ കാരണമാകും. അപ്പോൾ കുറേയധികം കാലം ഈ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാതെ ഈ ശരിയല്ലാത്ത രീതിയിൽ സെക്ഷൽ ആയിട്ടുള്ള ഇൻ്റർകോഴ്സിൽ നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സെക്ഷൽ ഫങ്ഷനിങ്ങിനെ തന്നെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം പിന്നീട് മറ്റൊരു റിലേഷൻഷിപ്പിൽ പോകുമ്പോഴും ഇത്തരം കാര്യങ്ങൾ പെർസിസ്റ്റ് ചെയ്യാനും ആ ഒരു ട്രോമ, എന്താ പറയുന്നത്, ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ട്രോമ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സയൻസ് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിന് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് ശരിയല്ലാത്ത കാര്യങ്ങളാണ് ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ തന്നെ കൂടുതൽ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നാർസിസത്തെ പറ്റിയിട്ടുള്ള വീഡിയോസും ആർട്ടിക്കിളുകളും കൂടുതൽ വായിച്ച് നിങ്ങളെ തന്നെ കേപ്പബിൾ ആക്കുക. പിന്നെ നിങ്ങളുടെ നീഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്, അതായത് ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് ആവശ്യം എന്താണ്, ഞാൻ എന്താണ് ഈ റിലേഷൻഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആ ഒരു പാർട്ട്ണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോ പറയുക ഇയാളുടെ അടുത്ത്. അതായത് ഇയാളിങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ധൈര്യമായിട്ട് തന്നെ നോ പറയുക. അതിനുശേഷം നിങ്ങൾ എന്തായാലും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. എനിക്ക് കൺസിഡർ ചെയ്യാമെന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. ചോയ്സ് നിങ്ങളുടേതാണ്. വേണോ ഇയാളുടെ ഒപ്പം ജീവിക്കണോ, ഇനി ഇയാളെ മാറ്റിയെടുക്കണോ എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം മാറ്റം വരാത്ത ട്രെയ്റ്റ്സ് കാണിക്കുന്ന, ഇത്തരത്തിലുള്ള ട്രെയ്റ്റ്സ് കാണിക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ നിന്ന് മാറി വരിക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊന്നും നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല എന്നുള്ളത്. ഇപ്പം പല സ്റ്റഡീസിലും തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ചൈൽഡ്ഹുഡ് അബ്യൂസ് നേരിടേണ്ടി വരുന്ന കുട്ടികൾക്ക് നാർസിസിസ്റ്റിക് അബ്യൂസ് അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പുകളിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാടധികം ആൾക്കാരും, മിക്കവാറും ഭൂരിഭാഗം ആൾക്കാരും തന്നെ ഈ ചൈൽഡ്ഹുഡ് അബ്യൂസിലൂടെ കടന്നുപോയ ആൾക്കാരായിരിക്കും. നിങ്ങളുടെ ആ അബ്യൂസിലൂടെ കടന്നുപോയി റിക്കവറി നിങ്ങളിൽ നടക്കാത്തത് കൊണ്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ വലിയൊരു ട്രോമയായിട്ട് തന്നെ നിലനിൽക്കുന്നതുകൊണ്ടുമാണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിലും എന്താ പറയുക, ഡിസിഷൻസ് സ്വന്തം ലൈഫിൽ നടപ്പിലാക്കുന്നതിനൊക്കെ ഈ കൺഫ്യൂഷനും ഇത്തരത്തിലുള്ള കണ്ടീഷനിങ്, റോങ് ആയിട്ടുള്ള കണ്ടീഷനിങ്ങും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരാനും നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിലേക്ക് പോകാനുമുള്ള സാധ്യത കൂടുതൽ. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ പെട്ടുപോയി, അയ്യോ എനിക്കിനി പുറത്തു വരാൻ പറ്റില്ല, ഇതിൽ തന്നെയാണ് ഞാൻ, എല്ലാവരും എനിക്ക് എതിരാണ്, ഞാൻ ആര് പറഞ്ഞാലും ഞാൻ ഒന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഞാൻ ഈ പറയുന്നത് കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് നിങ്ങളിൽ വന്ന ഈ നെഗറ്റീവായിട്ടുള്ള ടോക്കുകളുണ്ടല്ലോ, നിങ്ങൾ പറയുന്ന വാക്കുകൾ തന്നെ നെഗറ്റീവാണ്. അതായത് എനിക്കിനി ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല, എൻ്റെ കൂടെ ഉള്ളവരൊന്നും എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്ക് ഇത്ര അബ്യൂസ് നേരിട്ടു, അപ്പോൾ അത് എൻ്റെ കുറ്റമാണ്, അപ്പോൾ ഞാനും കൂടെ ഇതിന് ഇതായതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്, അപ്പോൾ അത് എനിക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും. ഞാൻ അങ്ങനെ സ്വയം പഴിക്കാതിരിക്കുക. ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് പ്രീകൺസീവ്ഡ് നോഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ കണ്ടീഷൻഡ് ആയപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യുക, അതങ്ങനെയാണോ,
ഇത്തരം വീഡിയോകളൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ, അതിലെല്ലാവരും പറയുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അല്ലേ ശരി. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നുള്ള ഒരു ഫസ്റ്റ് പോയിന്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ തെറാപ്പിയിലേക്ക് പോവുക. തെറാപ്പിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് തെറാപ്പി ഇത്രയും ഇത്രയും തെറാപ്പി നിങ്ങൾക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം, തെറാപ്പിയിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്കവറി ഉറപ്പാണ്. നിങ്ങൾക്ക് എന്തായാലും റിക്കവറി ചെയ്ത് നിങ്ങളുടെ ലൈഫ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ ഞാനിനി പെട്ടുപോയി, എൻ്റെ ജീവിതം ഓൾറെഡി നശിച്ചു പോയി കഴിഞ്ഞു, ഇനി ഇതിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ സ്റ്റക്കായി കിടക്കുമ്പോഴാണ് പിന്നെയും നിങ്ങളുടെ ലൈഫ് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയും ചുരുങ്ങി വല്ലാത്തൊരു സിറ്റുവേഷനിൽ, പാരനോയ പോലുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അത്രയും ആകുന്നതിന് മുമ്പ് തന്നെ ഈ തെറാപ്പിയിലേക്ക് കടന്ന് നിങ്ങളുടെ ആ ചൈൽഡ്ഹുഡ് ട്രോമ ഹീൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിലൂടെ ഉണ്ടായ എല്ലാ ട്രോമകളും തെറാപ്പിയിലൂടെ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിന് ഒരു ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനെന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു തെറാപ്പിസ്റ്റുകളുടെ കോൺടാക്റ്റ് എനിക്ക് തരാൻ പറ്റുന്നത് ഞാൻ തരാം. നിങ്ങൾക്കല്ലാതെ എടുക്കാൻ പറ്റുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ എടുക്കുക, നല്ലൊരു തെറാപ്പിസ്റ്റിനെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുക, തുറന്ന് പറയുക, ഒരു കാര്യം പോലും വിടാതെ തന്നെ തുറന്ന് പറയുക. അപ്പോൾ എന്താണ് ബാക്കി ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ലീഗലി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അവരിൽ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് എടുക്കാൻ പറ്റും. കാരണം അവർക്ക് ഒരുപാട് കണക്ഷൻസ് ഓൾറെഡി ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതിൽ മറ്റുള്ളവരിൽ നിന്ന് സപ്പോർട്ട് എടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സ്റ്റിഗ്മയാണ് ഇവിടെയുള്ള ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ ഇപ്പോഴും കൾച്ചറലി അതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരായതുകൊണ്ടും പുതിയ കാലത്ത് രാജാവിൻ്റെ കീഴിൽ ജീവിക്കുന്ന പോലുള്ള ആൾക്കാരാണ് നമുക്കുള്ളത്. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്ക് പോലും ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ അല്ലെങ്കിൽ അവരുടെ നിന്ന് പോലും ഒരു തരത്തിലുള്ള ഹെൽപ്പും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുള്ള ഇടമാണ് ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുക എന്നുള്ളത്. അപ്പോൾ ഈ തെറാപ്പിസ്റ്റ് തന്നെ നിങ്ങളെ ഈ റിക്കവറി പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയും റിക്കവറി ചെയ്ത് വന്ന ആൾക്കാരെയും ഒക്കെ അടങ്ങുന്ന സപ്പോർട്ട് ഗ്രൂപ്പുകളെയും അങ്ങനെയുള്ള ആൾക്കാരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അത്തരത്തിലാണ് നിങ്ങൾ ആ ഒരു ലൈഫ്, നിങ്ങളുടെ ലൈഫിൽ നടന്ന ട്രോമകളെ എല്ലാം മറന്നുകൊണ്ട് പുതിയൊരു ലൈഫ് നിങ്ങൾ കരുപിടിപ്പിക്കേണ്ടത്. പിന്നെ ഇവർ യൂസ് ചെയ്യുന്ന 2 ടെക്നീക്സ് ഞാൻ പറയാം. ഒന്ന് ട്രയാങ്കുലേഷൻ എന്ന് പറയും. ട്രയാങ്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയലായിട്ടുള്ള ഇമാജിനറി ആയിട്ടുള്ളൊരു വ്യക്തിയെ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിങ്ങനൊരു കൂട്ടുകാരി ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിങ്ങനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവൾ ഈ കാര്യങ്ങളിലെല്ലാം ഇതായിരുന്നു, അവൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്യുമായിരുന്നു, പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഥകളൊക്കെ ഉണ്ടാക്കി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരും. ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ റിയലായിട്ടുള്ള ഒരാളുമായിട്ട് കോണ്ടാക്റ്റിൽ ആയതിനു ശേഷം നിങ്ങളുടെ ഒപ്പം ജീവിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ കൂടെ കിടന്നുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡിൽ നിങ്ങളോടൊപ്പം കിടന്നുകൊണ്ട് മറ്റൊരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ട്, അല്ല മറ്റൊരു വ്യക്തിയോട് ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ടോ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഒരാളാണോ ആ ഒരാളുമായിട്ട് കണക്ഷൻ നിലനിർത്തിക്കൊണ്ട് ആ ഒരാൾ ഇങ്ങനെയാണ് ചെയ്തു തരുന്നത്, നിങ്ങൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എനിക്ക് പോകേണ്ടി വരുന്നത് എന്നൊരു അതൊരു വലിയ മാനിപ്പുലേറ്റീവ് ടെക്നിക്കാണ് ഇവരുടെ. അപ്പോൾ അങ്ങനെ ഒരു മാനിപ്പുലേറ്റീവ് ടെക്നിക്കാണ് ഇവർ ആ സമയത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ ഒരു സാഹചര്യങ്ങൾ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെന്ന് വയ്ക്കുക. നിങ്ങൾ അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയും, ഇത്തരത്തിലുള്ളത് എല്ലാ ആണുങ്ങളും ചെയ്യുന്നതാണ്, എല്ലാ റിലേഷൻഷിപ്പിലും എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ്, അപ്പോൾ നീ ഇത് പുറത്ത് പറയാതിരിക്കുക എന്നുള്ളത് നിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ബാക്കിയുള്ളവരെ അറിയിക്കാതിരിക്കുക എന്നുള്ള ഒരു ഭാര്യ എന്ന രീതിയിൽ നിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ എന്നുള്ള രീതിയിൽ നിൻ്റെ ഉത്തരവാദിത്തമാണെന്നൊക്കെ ഇങ്ങ് പറയും. ഇതൊരു ക്ലാസിക് ഫോം ഓഫ് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഇപ്പോൾ സെക്സ് എന്ന് പറയുന്ന ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമൻസ് ആണ്, അല്ലാതെ ഒരു ഇൻറ്റിമേറ്റ് ആക്ട് അല്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് ഇയാളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു പെർഫോമൻസ് പോലെയാണ് സെക്സ് നിങ്ങൾക്ക് അനുഭവപ്പെടുക ഈ വ്യക്തിയുടെ സാമീപ്യത്തിൽ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അയാൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന, അയാൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പബ്ലിക്കിൽ വേണമെങ്കിലും, അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ പോലും നിങ്ങളെ ഈ കാര്യം പറഞ്ഞ് നിങ്ങളെ നാണം കെടുത്താനായിട്ട് അത്രമാത്രം തരം താഴ്ന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഒരു നാർസിസിസ്റ്റ്. ഇത്തരം കാര്യങ്ങൾ മാക്സിമം മനസ്സിലാക്കി, ഇത്തരം കാര്യങ്ങൾ വെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സുകളിലൂടെ പഠിച്ചതിന് ശേഷം
നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിരിക്കുന്ന അറിവുകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളെ ഓരോരുത്തരെയും വീട്ടിൽ വന്ന് നേരിട്ട് കണ്ട് ഹെൽപ്പ് ചെയ്യാനൊന്നും എനിക്ക് സാധിക്കുകയില്ല. നമ്മുടെ റിയാലിറ്റി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു ഫോറിനേഴ്സിൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് വീഡിയോസ് നാർസിസ്റ്റിക് വീഡിയോസിൽ പറയുന്നത് കേട്ടതുകൊണ്ടോ നമ്മുടെ റിയാലിറ്റിയിൽ മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും വളരെ മോശമാണ് നമ്മുടെ മെൻ്റൽ വെൽബീയിങ്ങിന്. അതായത് ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി പീപ്പിൾ പ്ലീസറായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വളരെയധികം അപകടത്തിലാവും. അപ്പോൾ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ പാരൻറ്റിംഗ് ആണ്. പാരൻറ്റിംഗ് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യണം മാറുന്ന സാഹചര്യത്തിൽ, ഈ ഒരു അവസ്ഥയിൽ, അതായത് ഈ ഒരു സമയത്ത് നമ്മുടെ എല്ലാ രീതിയിലും മാറ്റങ്ങൾ നടക്കുന്നൊരു സമയമാണ്. ഇൻ്റർനെറ്റൊക്കെ വന്ന കാലമാണ്. ഇൻ്റർനെറ്റ് വളരെയധികം സ്വാധീനം മനുഷ്യരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പാരൻറ്റിംഗ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. ഒരു ജനറേഷൻ ഓഫ് ആൾക്കാരും കൂടെ അല്ലെങ്കിൽ ഒരു ജനറേഷൻ ഓഫ് കുട്ടികളും കൂടെ വളരെ മോശം അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യങ്ങളിലേക്ക് വരികയാണ്. അതിനൊപ്പം തന്നെ ഈ നാർസിസിസ്റ്റിക് വീഡിയോസിൻ്റെ ഒരു സീരീസ് ഞാനിപ്പോൾ ചെയ്തു വരുന്നതിൽ ഇപ്പോൾ കമ്മ്യൂണൽ നാർസിസിസം എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ നമ്മുടെ പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിലും നമ്മുടെ ഈ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വർഗീയവാദികളായിട്ടുള്ള ആൾക്കാരിലുള്ള നാർസിസ്റ്റുകളുണ്ട്. അതാണ് കമ്മ്യൂണൽ നാർസിസിസം എന്ന് പറയുന്ന ഒരു ടേമിലുള്ളത്. അതൊരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്ക് പറയണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതിനൊപ്പം തന്നെ ഈ പാരൻറ്റിങ്ങിൻ്റെ വീഡിയോ ആണ് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഏതൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഓരോരുത്തരും അറിയിക്കുക. നിങ്ങൾ പറയുന്ന കമൻറ്റുകളും നിങ്ങളുടെ ഫീഡ്ബാക്കും എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിലും എല്ലാ കമൻറ്റുകളും എല്ലാ ഫീഡ്ബാക്കുകളും ഞാൻ വായിക്കുന്നുണ്ട്. ഇപ്പോൾ നോട്ട്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ ഈ ചാനലിൽ വരുന്ന വീഡിയോകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോകൾ കാണുകയും ഷെയർ ചെയ്യുകയും അതിൽ നിന്ന് ഹെൽപ്പ് നിങ്ങൾ എടുക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും